പക്ഷേ മറ്റുള്ള മെമ്പേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളായിരുന്നില്ല നമ്മൾ ഇതുവരെ കണ്ടിരുന്നത്. ദിയാകൃഷ്ണ എന്ന് പറയുന്ന ആളെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്ന സമയം മുതൽ ദിയാകൃഷ്ണയുടെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ചറവറാഴുന്നുണ്ട്. ഓസി അല്ലെങ്കിൽ ദിയാകൃഷ്ണ, കൊച്ചിനെ ആരും എടുക്കാൻ പാടില്ല, അഥവാ ഇനി എടുക്കുന്നവരാണെങ്കിൽ കൊച്ചിനെ തിരിച്ചു കൊടുക്കുന്നില്ല. ഇതൊക്കെയാണ് ഓസിയുടെ ഭയം, ആശങ്കകളൊക്കെ. പക്ഷെ ഒന്ന് ഓർക്കുവാണെങ്കിൽ എനിക്കിപ്പം ഈ ഓസി എന്ന് പറയുന്ന വ്യക്തിയോട് കുറച്ച് ഇഷ്ടമൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും, ഇമാതിരി അഹങ്കാരവും ഇമാതിരി എടുത്തടിച്ച് കണക്ക് സംസാരിക്കുന്നവളോട് എങ്ങനെ ഇഷ്ടം തോന്നാനെന്നൊക്കെ ചില ആളുകൾ ചോദിക്കുമെങ്കിലും ആ ഗണത്തിൽപ്പെട്ട ആളുകളിൽ ചിലരുടെ സ്വഭാവം വെച്ച് ഇതിനെ നോക്കുമ്പം ഈ ഓസി എന്ന് പറയുന്ന ദയ പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ്. തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ വിളിച്ച് പറയും, കുറച്ച് പൊങ്ങച്ചോ കൂടെ ചേർത്തിട്ടും. എന്ത് പറഞ്ഞാലും അതിൻ്റെ ഇടയ്ക്ക് മണി, ഫിനാൻസ് ഒന്ന് കുത്തിക്കയറ്റും. ഈ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ആണല്ലോ ഭയങ്കര കോൺട്രവേഴ്ഷ്യലായിട്ട് വീണ്ടും വന്നിരിക്കുന്നത്. അതായത് മകൻ്റെ 1ാം പിറന്നാൾ എന്തുകൊണ്ട് ഇങ്ങനെ ആഘോഷിച്ചു എന്നുള്ളതിന് ആരും ചോദിച്ചില്ല എന്ന് തോന്നുന്നു. എങ്കിലും പുള്ളിക്കാരത്തേക്ക് ചില കാര്യങ്ങൾ പറയണം ഇൻഡയറക്റ്റ്ലി. അതിനൊരു വീഡിയോ ഇട്ടതാണ്. നാട്ടിൽ ഇങ്ങനെ ഒരുപാട് പൈസ ചിലവാക്കി ഹോട്ടലൊക്കെ എടുത്ത് റിലേറ്റീവ്സിനെ വിളിച്ച് അവർക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവർ വന്ന് കൊച്ചിനെ എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിനെ തരുന്നുമില്ല. അപ്പം നാട്ടിൽ ഇങ്ങനെ ആഘോഷിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ ബാക്കിയുള്ളത് പുറത്ത് പോയി ഞങ്ങൾക്ക് ആഘോഷിക്കാനുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം അതൊന്നും അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ കാര്യം കൈവിട്ട് പോയി, ഉള്ളിലുള്ളത് പുറത്ത് പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഈ ഉള്ളിലൊരു സ്വഭാവം വെച്ചിട്ട് പുറത്ത് ഭയങ്കര കൾച്ചറുള്ള ആളുകളെ പോലെ ഒന്നും ഈ കൊച്ചു ബിഹേവ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. പിന്നെ ഈ കൊച്ചിനോടുള്ള അഗാധമായിട്ടുള്ള ഈ ഒരു എന്നാ പറയുക, പോസസീവ്നെസ് എന്നൊന്നും ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തെ പറയാൻ പറ്റില്ല. എങ്കിൽ പോലും അവളുടെ ഭയത്തിന് പിന്നിൽ പോസ്റ്റ്മോർട്ടമാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഈ കൊച്ചിനെ 2-3 കാര്യങ്ങൾ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഫ്ലൂ ഒക്കെ വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, ഒരു 6-7 മന്ത്സിന് മുന്നേ. അന്ന് ഈ കുട്ടി ഒരു പോസ്റ്റ് ഇട്ടു, എൻ്റെ കുഞ്ഞിനെ ആരും എടുക്കുന്നത് ഇഷ്ടമല്ല, പുറത്തൊക്കെ പോയാൽ ഈ കുഞ്ഞിനെ എടുക്കുന്നു. അന്ന് എനിക്കും അത് കേട്ടപ്പോൾ ഭയങ്കര വിയേർഡായിട്ട് തോന്നി. എസ്പെഷ്യലി ഇവരെപ്പോഴും ഇങ്ങനെ വീഡിയോസ്, ഈ കുഞ്ഞിൻ്റെ ഓമയുടെ വീഡിയോസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇവർക്ക് തന്നെ ഒരു 10-50,000 ചാനൽസ് ഉണ്ട്. കാരണം ഇവർക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഫാൻ പേജസ് എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവർ തന്നെ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർ തന്നെ നിർത്തിയിരിക്കുന്ന ആളുകൾ തുടങ്ങിയിരിക്കുന്ന ചാനൽസാണ്. ഒരു 10-50,000 ചാനൽസ് ഉണ്ട്. അതിൽ കൂടി എല്ലാം ഈ കുഞ്ഞിൻ്റെ കോണ്ടന്റുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ കുഞ്ഞിനോട് ഭയങ്കര സ്നേഹമാണ്. അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഓമി മുത്ത്, ഓമി പൊന്നെന്നൊക്കെ അപ്പോൾ അത്രയും ഇഷ്ടമുള്ള ആളുകൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് വേണ്ടത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഈ കുഞ്ഞിനെ എന്ത് ചെയ്യും കണ്ടു കഴിഞ്ഞാൽ ഓടിപ്പോയി കുഞ്ഞിനെ മുഖത്തൊന്നും തൊടില്ലേ. അപ്പോൾ അത് പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ലായിരുന്നു. ഞാനത് എൻ്റെ അഭിപ്രായം ഞാൻ ആ പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കുട്ടിയുടെ മൂത്ത സഹോദരി, അതായത് അമ്മൂമ്മയും തമ്മിലുള്ള സംസാരത്തിൻ്റെ കാര്യമൊക്കെ അമ്മു സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ അഹാന കൃഷ്ണയും ദിയാകൃഷ്ണയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ എന്നെനിക്ക് തോന്നി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഇതിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ജസ്റ്റ് 1 ഇയർ ആയിട്ടല്ലേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇതിന് ഉണ്ടാകും. വളരെ കുറച്ച് പെർസെൻറ്റേജ് ഓഫ് വിമൻസിന് മാത്രമാണ് ഈ പോസ്റ്റ്മോർട്ടം ഒന്നും ഇല്ലാതെ അവർ കുറച്ച് നാച്ചുറലായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു 2 to 3 years എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമുക്കിത് ഓവർകം ചെയ്ത് തനിയെ മൂവ് ഓൺ ആയി വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ഇതൊരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തുമില്ല. കാരണം ആ ഒരു സാഹചര്യമാണ്. പുതിയതായിട്ട് ഒരു കുഞ്ഞ് വരുന്നു, ഒരു ന്യൂ ബോണിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ചിലപ്പം മാതാപിതാക്കൾ ഉണർന്നിരിക്കേണ്ടതായിട്ട് വരും, ഹസ്ബൻഡ് ഉണർന്നിരിക്കേണ്ടതായിട്ട് വരും. അതായത് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ എല്ലാവരുടെയും ഫോക്കസ് ഈ കുഞ്ഞിലേക്ക് മാത്രമായിരിക്കും. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഈ അമ്മയ്ക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യം, അറിഞ്ഞോ അറിയാതെ അങ്ങനെ ആയിപ്പോകുന്ന ആ സാഹചര്യത്തിനിടയ്ക്ക് തികച്ചും ഇവരുടെ ഡിപ്രഷൻ, ഭയങ്കരമായിട്ടൊരു ആങ്സൈറ്റിയിലേക്ക് കൂടും. അതിൽ നിന്നുണ്ടാകുന്ന വികാര വിക്ഷോഭണമാണ് ഈ കുട്ടി ഉള്ളിലുള്ളത് അതുപോലെ തുറന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ദിയാകൃഷ്ണ. കാരണം ആ സമയത്ത് പോസ്റ്റ്മോർട്ടം വരുന്ന എല്ലാവർക്കും ഇൻസെക്യൂരിറ്റി, ഒരു ആങ്സൈറ്റി നമുക്കാണെങ്കിലും ചില ഘട്ടങ്ങളിലൊക്കെ ഉണ്ടാകാറില്ലേ. അപ്പോൾ ഡെലിവറി ചെയ്യുന്ന സമയത്താണെങ്കിൽ സ്വന്തം കുഞ്ഞ്, ദിയാകൃഷ്ണനെ സംബന്ധിച്ച് ദിയാകൃഷ്ണൻ ഇങ്ങനെ ആറ്റുനോറ്റുണ്ടായ, അതായത് വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് കാലം കാത്തിരുന്നൊന്നല്ല, വിവാഹത്തിന് മുന്നേ ഈ കൊച്ചിന് കുഞ്ഞുണ്ടാകണം, കുഞ്ഞിൻ്റെ അമ്മയാകണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിവാഹം കഴിഞ്ഞ് ഇവർ അതിനുവേണ്ടി കാത്തിരുന്ന ഒരു കുഞ്ഞുണ്ടായി, പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ കൊടുത്തു. അപ്പം ആ കുഞ്ഞിനോടുള്ള അഗാധമായിട്ടുള്ള സ്നേഹവും ഈ ആൻസൈറ്റി പ്രോബ്ലംസും ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ ഒരുമിച്ച് വരുമ്പോൾ ഈ കുഞ്ഞിനെ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു തരില്ലേ എന്നുള്ളൊരു ചിന്തയൊക്കെ, അത് അബ്നോർമൽ ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഇത് നോർമലി വളരെ നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ്. അതൊരു ആൻസൈറ്റിയുടെ രൂപത്തിൽ, ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ രൂപത്തിൽ വന്നിട്ട് അത് അതിൻ്റെ ഉള്ളിലുള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നത്, കുറച്ച് ഈ പൊങ്ങച്ചുകൂടെ ചേർക്കുമ്പോഴത്തേക്കും ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, അവൾ അങ്ങനെ പറയുന്നതിൻ്റെ പിന്നിൽ
അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നില്ല കേട്ടോ. കാരണം ആ കൊച്ചിനെ ഏറ്റവും കൂടുതൽ, ഓമയെ ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ട് നടക്കുന്നത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന കെക്കെയാണ്. എല്ലാവർക്കും അറിയാം, ഈ കുട്ടിയുടെ അച്ഛൻ, അതായത് ദിയാകൃഷ്ണയുടെ അച്ഛനാണ്. കുറച്ച് നാൾ ഈ അശ്വിൻ്റെ ഫാമിലിയെ കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു 2 മാസം മുന്നേ മദേഴ്സ് ഡേ എങ്ങാണ്ടാണ് ആയിരുന്നെന്ന് തോന്നുന്നു. ആ സമയത്ത് ഈ അശ്വിൻ്റെ ഫാദറിനെയും മദറിനെയും ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നു. അവർക്ക് അതിനുള്ള ട്രീറ്റ് ചെയ്യുന്നു. കൊണ്ടുപോകുന്നതിന് മുന്നേ 4 വർത്തമാനം അവൾ പറയുന്നുണ്ട്. എനിക്കിങ്ങനെ കണ്ണി കണ്ടവരെയൊന്നും അമ്മാന്ന് വിളിക്കാൻ പറ്റത്തില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറന്ന് നടന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്. ഇമാതിരിയൊക്കെ പറഞ്ഞിട്ടാണ് ആ അമ്മയും കാറിൽ കയറ്റിയിട്ട് അവൾ ആ സമയം സ്പെൻഡ് ചെയ്തത്. അപ്പോൾ അതും ആർക്കും ദഹിക്കാൻ പറ്റിയില്ല. പക്ഷെ ഉള്ളിലുള്ള കാര്യം ഉള്ളിലുള്ളതുപോലെ അങ്ങ് പറഞ്ഞു. ഇവർക്കാർക്കും ഈ ബന്ധങ്ങളെ ഇങ്ങനെ അങ്ങ് ഫ്ലോയിൽ അങ്ങ് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഇവർ വിചാരിക്കുന്നത്. ചില ബന്ധങ്ങളൊക്കെ, അതായത് എസ്പെഷ്യലി വിവാഹം കഴിഞ്ഞിട്ടുള്ള ബന്ധു വീട്, അവരെയൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം ഇവരാരും ഓർക്കുന്നില്ല. അതുപോലെ പ്രായമുള്ള ആളുകളെ ഈ കുട്ടിയുടെ കാര്യത്തിൽ അതൊരു തെറ്റായിട്ട് കാണാൻ എനിക്കിപ്പോൾ സാധിക്കുന്നില്ല കേട്ടോ. അത് അവളുടെ ഒരു ആൻസൈറ്റി പ്രോബ്ലം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അശ്വിൻ്റെ കുടുംബത്തെ കാണാതിരുന്നു. പക്ഷേ കുറച്ച് നാൾക്ക് ശേഷം 2 മാസം മുന്നേ അശ്വിൻ്റെ ഫാമിലിയുമായിട്ടും ഒന്നിച്ച് നിന്ന്. ഇപ്പോൾ ബർത്ത്ഡേയുടെ സമയം, അപ്പം വീണ്ടും ഈ കുട്ടിയുടെ ഫാമിലി, ദിയയുടെ ഫാമിലി മാത്രമേ ഉള്ളൂ. അപ്പോൾ അശ്വിൻ്റെ ഫാമിലി ഇല്ല. എനിക്ക് തോന്നുന്നു അധികം താമസിക്കാതെ അശ്വിൻ്റെ ഫാമിലിയും കൊണ്ട് മാൽദീവ്സ് എവിടെയെങ്കിലും പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ചിന്തിച്ചെടുത്ത് വീണ്ടും മിസ്റ്റേക്ക് ആവുകയാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്കുള്ള യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അവളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉറക്കെ പറയുന്നുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ കുറച്ച് പൊങ്ങച്ചോ കൂടെ ആഡ് ചെയ്യുമ്പോൾ ആളുകൾക്ക് അത് ഇഷ്ടമാകുന്നില്ല. അതായത് അവർക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് ആ കാര്യം അങ്ങനെ തന്നെ പറയുന്നു. പക്ഷേ മറ്റുള്ള മെമ്പേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളായിരുന്നില്ല നമ്മൾ ഇതുവരെ കണ്ടിരുന്നത്. ദിയാകൃഷ്ണ എന്ന് പറയുന്ന ആളെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്ന സമയം മുതൽ ദിയാകൃഷ്ണയുടെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ചറവറാഴുന്നുണ്ട്. അതെല്ലാം ആളുകളെടുത്ത് ഇതുപോലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? പക്ഷേ ഈ അന്ന് ദിയയായിരുന്നു അവിടെ ഓട് വണ്ണായിട്ട് നിന്നിരുന്നത്. ബാക്കി എല്ലാവരും എത്ര കൾച്ചറായിട്ടാണ്, എത്ര സംസ്കാരത്തോടു കൂടിയാണ് അവരെല്ലാവരോടും എന്തൊരു സ്നേഹ. അഹാനെ കണ്ടില്ലേ, അമ്മൂമ്മ ഇടയ്ക്കിടയ്ക്ക് ഫ്രൂട്ട് ഡേയിൽ കൊണ്ടുപോകുന്നു. സിന്ധുകൃഷ്ണയോട് ഭയങ്കര സ്നേഹം, അച്ഛനോടും അപ്പൂപ്പനോടൊക്കെ എന്തൊരു സ്നേഹമാണ്. ഇത് മാത്രം എന്ത് ഇതിലൊന്നും പെടാതെ അവരൊക്കെ എല്ലാവരുമായിട്ട് ഇങ്ങനെ ഡിന്നറിനും ലഞ്ചിനും ഒക്കെ പോകുന്ന സമയത്ത് ഓസിയെ കാണാറില്ല. ഓസി എപ്പോഴും ഓസിയുടെ കടയിലായിരിക്കും, അല്ലെങ്കിൽ അശ്വിൻ്റെ കൂടെ ആയിരിക്കും. അപ്പോൾ ഈ കൊച്ചിനോട് എല്ലാവർക്കും ഒരു ദേഷ്യമായിരുന്നു. പക്ഷേ തുടക്കം മുതലേ അവളുടെ ആ ഒരു രീതി തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ അവൾ ഉറക്കെ പറയുന്നു. അതിനകത്ത് ആരെയും പേടിക്കാനൊന്നുമില്ല. പക്ഷേ എല്ലാവരെയും ചേർത്ത് നിർത്തേണ്ട സമയത്ത് അവൾ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ മനസ്സിലായി. ശരിയാണ്, ഈ ബർത്ത്ഡേ സമയത്ത് ആരും ഹസ്ബൻഡ് വീട്ടുകാരെ വിളിച്ചില്ല, അതൊരു തെറ്റ് തന്നെയാണ്. പക്ഷേ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അമ്മാതിരി വലിയ പ്രശ്നമാണല്ലോ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ടുണ്ടായത്. അതായത് ഒരു ബന്ധു വീട്ടിലുള്ളവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവർ കേട്ടത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കാം. അല്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടാവാനും മാൽദീവ്സിൽ എവിടെയെങ്കിലും ഇൻ്റർനാഷണൽ ട്രിപ്പ് ഈ അതായത് അശ്വിൻ്റെ മാതാപിതാക്കളെയും കൊണ്ട് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അച്ഛാ അമ്മ നമുക്കിങ്ങനെ നെക്സ്റ്റ് മന്ത് ആ ട്രിപ്പിന് പോകാം, ഇപ്പോൾ എൻ്റെ വീട്ടുകാരുമായിട്ട് ചെറിയൊരു കേക്ക് കട്ടിങ് അവരെ കൊണ്ടുപോകുന്നില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ വന്നതായിരിക്കാം. പക്ഷേ എനിക്ക് ഈ ഒരു കാര്യത്തിൽ എല്ലാവരും ദിയാകൃഷ്ണയ്ക്ക് എതിരായിട്ട് സംസാരിക്കുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആ പ്രശ്നങ്ങളും ആ ആളുകളെയൊക്കെ വെച്ച് നമ്മളൊരു താരതമ്യപ്പെടുത്തൽ എൻ്റെ ഉള്ളിൽ ഒരു അനാലിസിസ് നടത്തി കഴിഞ്ഞപ്പോൾ ഈ കുട്ടി മറ്റുള്ളവരിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തയാണ്. അവളുടെ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുന്നുണ്ട്. അത് നാട്ടുകാർക്ക് ഇഷ്ടമായില്ലെങ്കിലും ഇഷ്ടമില്ലെങ്കിലും നാട്ടുകാർ അതിനെതിരെ റിയാക്ട് ചെയ്താലും ഒന്നും പുള്ളിക്കാരത്തേക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ കാര്യം ഉറപ്പായിട്ടും പറയും എന്നുള്ളൊരു ഇതുള്ളത്. അത് വളരെ വൈകിട്ടാണെങ്കിലും യാഥാർത്ഥ്യത്തെ മനസ്സിലാകുമെന്ന് പറഞ്ഞതുപോലെ എന്നെപ്പോലെ ഒരു കുറച്ച് ആളുകൾക്ക്, അതായത് ഒരു 50% ആളുകൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. അതും വലിയ ബുദ്ധി ഉണ്ടായിട്ടൊന്നും അല്ല എങ്കിലും നമ്മളിങ്ങനെ റിലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അവളുടെ സാഹചര്യങ്ങളും അവസ്ഥകളും അവൾ പറയുന്ന കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അവൾ നിന്ന സ്റ്റാൻഡും ഒക്കെ നമുക്ക് മനസ്സിലാകും.